ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എൻ്റെ മുടിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. 2019-20 ആ സമയത്ത് എൻ്റെ മുടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഭയങ്കരമായിട്ട് ഒട്ടും ഓക്കെ അല്ലാതിരുന്ന സമയം. എൻ്റെ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ അഫക്റ്റ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. എന്നിട്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മുടി ഈ ഒരു ഫോമിലെത്തിച്ചത്. കുറേ ടിപ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, നാച്ചുറലും അല്ലാത്തതൊക്കെ ആയിട്ട്. അപ്പോൾ ചിലതൊക്കെ എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ എൻ്റെ ഹെയറിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് കുറേ വർക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വർക്കായിട്ടുള്ള കാര്യങ്ങളിൽ ഒരെണ്ണമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ടിപ്സൊക്കെ ഒഴിവാക്കി. കാരണം ഇത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഇത് നീലയമരീൻ്റെ ഇലയാണ്. ഇത് ഭൃംഗരാജ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ബ്രഹ്മിയാണ്. പിന്നെ ആ ബൗളിലുള്ളത് കറ്റാർവാഴ. ഞാൻ വൃത്തിയാക്കിയ ജെല്ല് മാത്രം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതിന് ശേഷം നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. ഇത് ഞാൻ നല്ല രീതിയിൽ പൊടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഉലുവയാണ്. ഇത് വറുത്ത് പൊടിച്ചെടുത്ത ഉലുവയാണ്. ഇത് സവോള. ഞാൻ 2 കിലോ എണ്ണയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് 6 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കാണിച്ച ആ ഇലകൾ, പിന്നെ അലോവേറ, ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ അരച്ചെടുത്ത് അതിൻ്റെ ചാറ് മാത്രം പിഴിഞ്ഞെടുക്കുക ഒരു തുണി ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചു. കറിയൊന്നും ഉണ്ടാക്കുന്ന പാത്രം എടുക്കരുത്. ഒരു പാത്രം വെച്ചിട്ട് അതിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ആ ഇലയിൽ നിന്ന് എടുത്ത് ആ നീരൊഴിച്ചു കൊടുത്തു. സ്റ്റവ് ഓണാക്കരുത്, ഓഫാക്കി തന്നെ ഇട്ടിരിക്കണം. ഇതൊഴിച്ച് അതിന് ശേഷം ഞാൻ സവാളയും ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പം അതും അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ സ്റ്റവ് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് അല്ല, ആ ഒരു മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇപ്പം ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എണ്ണ ഒന്ന് ചൂടായി ത്തേക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. 2 കിലോ എണ്ണയ്ക്ക് എല്ലാം 50 ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത്. അതായത് ഈ ഇലകളൊക്കെ. പിന്നെ കറ്റാർവാഴ ഒരു 3 വലിയ ലീഫാണ് എടുത്തിട്ടുള്ളത്. നീലയമരി ഹെയർ ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യാനും ഹെയറിൻ്റെ റൂട്ട് സ്ട്രെങ്തൻ ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിനുശേഷം ബ്രഹ്മി എന്ന് പറയുമ്പോൾ നമ്മുടെ ബാൾനെസ്, അതായത് ഈ നെറ്റി കയറുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഹെയർ ലോസായി ഇങ്ങനെ ബാൾനെസ് വരുന്നത്, അത് കുറയ്ക്കാനും പിന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് റിച്ച് ആണ്. പിന്നെ അതിൽ ന്യൂട്രിയൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ലിനോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ ഹെയർ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആഡ് ചെയ്ത ഉലുവ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പിന്നെ ഡാൻഡ്രഫ് കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. രാജ എന്ന് പറയുമ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലീവ്സാണ്. ഹെയർ ഗ്രോത്തിന് ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പ്രോട്ടീനാണ്. കാരണം നമ്മുടെ ഓരോ സ്ട്രാൻഡ്സും പ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് തിക്നെസ് കൂട്ടാനും പിന്നെ ഇത് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം സഹായിക്കും. സവോള എന്ന് പറയുമ്പോൾ സൾഫർ റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ കൊളാജൻ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേനും ഏർലി സ്റ്റേജിൽ നമ്മുടെ മുടി നരയ്ക്കുന്നത് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ലാസ്റ്റ് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. നേരത്തെ ആഡ് ചെയ്ത മിക്സ്ചർ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡായി ആ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി ഒരു ഹാഫ് വേ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കലോഞ്ചീൻ്റെ പൊടിയും ഫെനുഗ്രീക്കിൻ്റെ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് പൊടി ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകും. മറ്റേ മോയ്സ്ചർ കോണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ആയി വരുമ്പോഴത്തേനും കുറേ സമയമെടുക്കും. ഇതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നല്ല രീതിയിൽ സമയം പിടിക്കും. കുറച്ച് ക്ഷമയോടെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ കുറേ ഇങ്ങനെ മിക്സാക്കി ഇതിങ്ങനെ ഒരു പത പോലെ വരാൻ തുടങ്ങും. ആ പത കംപ്ലീറ്റ് ആയിട്ട് പോകണം. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കുക. അപ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇതായിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എണ്ണേൻ്റെ കളറ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ആഡ് ചെയ്ത നീലയമരിയും കരിഞ്ജീരകമാണ് ഈ എണ്ണയ്ക്ക് നല്ലൊരു കളറ് കൊടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേനും ഇത് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്.
വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. എന്നാലേ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ എണ്ണയിൽ നല്ല രീതിയിൽ ഇൻഫ്യൂസ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഒരു ഫോം കിട്ടത്തുള്ളൂ. അവസാനം ആഡ് ചെയ്യുമെന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂവ് എന്ന് പറയുമ്പം അമിനോ ആസിഡ് റിച്ച് ആണ്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ബ്രേക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനും വളരെയധികം സഹായിക്കും. പിന്നെ ഇത് നമ്മുടെ ഹെയർ ഭയങ്കര സ്മൂത്ത് ആൻഡ് മാനേജബിൾ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിന് ശേഷം മാത്രം ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഫോമുലയാണ്. ചിലരതൊക്കെ സജഷൻ ചോദിച്ചിട്ടുണ്ട്. 3 മന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, റിസൾട്ട് അറിയിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.